ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പാടത്തിട്ടിരിക്കുന്ന വല നോക്കാൻ വന്നിരിക്കുകയാണ്. വേണ്ട, നമ്മൾ ഈ വല എടുക്കുന്നില്ല, ഇവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് നോക്കാം, നമുക്ക് എന്നൊക്കെ മീനുണ്ടെന്ന് നോക്കാം. നമ്മുടെ വലയിൽ ഒരു ചെമ്മീൻ കയറി ഉടക്കിയിരിക്കുന്നുണ്ട്. കാലെല്ലാം കയറി ഉടക്കിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ വലയിൽ ഉടക്കുന്നത്. നമ്മൾ ഈ വലയൊന്ന് വലിച്ച് നമുക്കൊന്ന് മാറ്റിയിടണം, ഒന്ന് ലെവൽ ചെയ്തിടണം. ഈ ആമ്പ കണ്ടോ, ഈ ആമ്പയുടെ അപ്പുറത്ത് ഇടണം. ഇതിലൊരു വരാലുടക്കിയിട്ടുണ്ട്, വല ഉടക്കിയിരിക്കുക. നോക്കട്ടെ ഇവിടെ ഉടക്കുന്നു. എടുക്കാൻ മേലാത്ത രീതിയിലുള്ള ഉടക്കാണെങ്കിൽ മാറ്റി നടക്കത്തില്ല, ഇവിടെ തന്നെ ഇടും. ശകലം ഉടക്കിയിട്ടുള്ളായിരുന്നു, ഇതുണ്ട് ഒരു വരാൽ ഇതിലുടക്കി. വീണ്ടും വല ഉടക്കിയിരിക്കുക. വരാലിനെ നമുക്ക് എടുത്തിട്ട് വല എടുക്കാം. നമ്മൾ ഊരിയെടുത്ത് ഒയ്യോടാ, കൊഞ്ചാ കേട്ടോ, കൊഞ്ച്. ഇത് കണ്ടോ, അപ്പാപ്പിയ. അത് വലയെന്ന് എടുക്കാനാണ് ഇനി അത് പാട്, അത്രയും മുടക്കി. നമുക്ക് ഇതിനെ ഒന്ന് എടുക്കാം. ഇത് എടുക്കാനുമാണ്. ഇത് അത്രയും കുരുങ്ങി ജീവനുണ്ട്. ഇതിപ്പോ ഒന്നും ചെയ്യാനില്ല, ഇത് വലക്കകത്ത് ഇങ്ങനെ കുരുങ്ങി കിടക്കുന്നതുകൊണ്ട് കാലുകൊണ്ട് ഇറക്കത്തൊന്നുമില്ല. കാല് ഫ്രീ ആയി ഇറക്കും. ഇത് പളർന്ന കൊഞ്ചായത് കാരണം ഇതിന് അത്ര പവറില്ല, ബലമില്ല. നമ്മൾ കൊഞ്ചിനെ പിടിക്കുന്നവരായത് കൊണ്ട്. അതൊരു 350 ഗ്രാം ഉണ്ട്. വല മുഴുവൻ അഴുക്ക. ഇനി നമുക്ക് വലിച്ചു നോക്കാം. നമുക്കത് ഇവിടെ ഒരു വരാലുണ്ടാക്കിയിട്ടുണ്ട്. അല്ല, മുഴുത്ത വരാല. വെയില് കുറച്ച്, കണ്ണിയൊക്കെ കണ്ടമാനം കയറി. എന്റെ വായില് പല്ലിൽ ഉടക്കി ഞാൻ എടുത്ത്. അതേ കണ്ടോ, വീണ്ടും വല ഉടക്കിയിരിക്കുക. ഇപ്പോലെ ഈ വരമ്പിനൊക്കെ ഇട്ട് കുത്തുന്ന കമ്പും കോലുമാണ് ഉടക്കുന്നത്. ഒരു മുഴുത്ത കല്ലടാമുട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ വലയിലെ കല്ലടാമുട്ടിയൊക്കെ ഉടക്കും. അത്രയും വലിയ കല്ലടാമുട്ടി ചെയ്താലേ ഉടക്കത്തുള്ളൂ, ചെറിയ കല്ലടാമുട്ടി ചെയ്താൽ ഉടക്കത്തില്ല. ഇതൊരു ഊരിപ്പോരുമെന്ന് നോക്കട്ടെ. അവനാണ് ഇപ്പോഴത്തെ താരം. എല്ലാം മൊത്തം മുള്ള. ഇവിടെ ഒരു ആറ്റ് ചെമ്പല്ലി ചെറുതാ ഉടക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആറ്റിലാണെങ്കിൽ നമ്മളെ നേരെ അങ്ങോട്ടങ്ങ് വിടും. കല്ലടാമുട്ടിയാണ്. ഇതിന്
ഇവന് പല സ്ഥലത്ത് ഇതിന് പല പേരാ. നല്ല ടേസ്റ്റുള്ള മീനല്ലേ. അവശനായി കിടക്കുക. ചാകും. വെള്ളം എടുക്കാൻ മേല വന്നു കഴിഞ്ഞാൽ എത്തുപോകും. ഇത് വീണ്ടും കല്ലടാമുട്ടിയ ജീവനുണ്ട്. എവിടെയുണ്ട് കല്ലടാമുട്ടി. ചത്തോന്നൊരു സംശയമുണ്ട്. ചിലപ്പോൾ അവൻ ജീവൻ പിടിക്കും. ഇല്ല, അത് ചത്തുപോയി. അത് ഇവിടെ എത്തുന്നുണ്ട്. ഇത് ജീവനുണ്ട്. ഇവിടെ ഒരെണ്ണം കയറി ഞാൻ മേലെ കയറി കിടക്കിയിട്ടുണ്ട്. ചത്തിട്ടില്ല. അയ്യോ, ഒന്നാമത്തെ കാര്യം എൻ്റെ കയ്യ മുഴുവൻ പാടാ. ഇവിടെ ഒരു കല്ലടാമുട്ടി ഉണ്ട്. ഇവിടെ ഉണ്ട് ഒരെണ്ണം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വല നമ്മൾ തീർന്നു. ഇനി നമുക്ക് ഉള്ളത് അങ്ങാണ് വല. അവിടെ പോയി അതെടുക്കാം. ഇവിടെ ഒരു മീൻ തൂളിയ, മുഴുത്ത തൂളിയ. അയ്യോ, അത് പോയെന്ന് തോന്നുന്നു. പോയി. ഇത് വലയിൽ ഉടക്കുകയില്ല. ഉടക്കാതെ കിടന്ന തൂളിയ. ഇപ്പം ചാരി കിടന്ന തൂളിയ. നമ്മളവിടുത്തെ ഉടക്ക് ഇങ്ങോട്ട് വല ഇങ്ങോട്ട് വലിച്ചപ്പോഴേ തന്നെ അതിൻ്റെ ഉടക്ക് വിട്ടുപോയി. അത് കുറച്ച് നാളുകൂടി ഇതിന് ജീവനോടെ കിടക്കാൻ ഇതിന് ഭാഗ്യമാണ്. നമുക്ക് ഇതിലൊരു വരാൽ ഉടക്കിയിട്ടുണ്ട്. ചത്തില്ല, അത് കുരുങ്ങി കിടക്കുക. വേണ്ട, ചാടിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചാക്കിനകത്തിട്ട്. നമ്മുടെ വല മൊത്തം വലിച്ചു നോക്കുകയല്ല, പൊക്കി നോക്കുമായിരുന്നു. പൊക്കി നോക്കി നമുക്കിപ്പം ഇത്ര മീനാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ വള്ളം കെട്ടിയിരിക്കുന്ന കെട്ടിയിടുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇതേ ബക്കറ്റിലുള്ള മീനൂടെ കാണിക്കാം. ബക്കറ്റ് കല്ലടാമുട്ടി മാത്രമേ ഉള്ളൂ. കല്ലിട്ടിരുന്നത് അതിങ്ങനെ ഓടിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ ബക്കറ്റ് ഇട്ടിരുന്നത്. അതെ, കൊഞ്ചാണ്. അതിൻ്റെ ഒരു കാലം ഒടിച്ചു കളഞ്ഞു. ഏതായാലും നമുക്ക് ഇന്ന് പാടത്ത് നിന്ന് കൊഞ്ച് കിട്ടി. എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.